ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 99ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സഭ എന്താണ്? ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ. അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. സഭയെന്ന് പറയുന്നത് ആത്മീയ ഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാമത്തെ വാക്യം, സഭ കുഞ്ഞാടിന്റെ കാന്തയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാമത്തെ വാക്യം, ദൈവത്തിന്റെ ഭവനക്കാരാണ്. നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്. ഇവിടുത്തെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഭവനക്കാരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം, ദൈവത്തിന്റെ നിവാസമാണ്. നമ്മളൊന്ന് ചിന്തിക്കുക, ദൈവം അധിവസിക്കുന്നത് നമ്മളിലാണ്. നമ്മളിൽ ഓരോരുത്തരാണ് ദൈവം വസിക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം, ദൈവത്തിന്റെ മന്ദിരമാകുന്നു. 1 കൊരിന്ത്യർ 3:9, ദൈവത്തിന്റെ കൃഷിക്കാരാണ്. ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ്. കൃഷി ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു പ്രതിഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ വിശ്വാസികളായിരിക്കുന്ന നാം ദൈവത്തിന്റെ വേലക്കാരായിരിക്കുന്ന കൃഷിക്കാരാണ്. നമ്മളുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ആത്മാക്കളെ ദൈവത്തിലേക്ക് നേടുക. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. 1 കൊരിന്ത്യർ 3:9, ദൈവത്തിന്റെ ഗ്രഹ നിർമ്മാണം. നാം ദൈവത്തിനു വേണ്ടി ഗ്രഹനിർമ്മാണകരായിരിക്കണം, പണിയുന്നവരായിരിക്കണം. അവസാനത്തെ വീടിന്റെ കല്ലിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ ഇവിടം നിന്ന് നിത്യരാജ്യത്ത് ചെല്ലുമെന്ന് ഓർത്തുകൊണ്ട് നാം ദൈവത്തിന്റെ ഗ്രഹനിർമ്മാണത്തിൽ ഉത്സാഹികൾ മാത്രമല്ല, അത്യുത്സാഹികളായിരിക്കണം. നമ്മുടെ പഴയ ദൈവദാസന്മാരുടെ കാഴ്ചപ്പാട് അതായിരുന്നു. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 11-ാമത്തെ വാക്യം, നാം ആരാണ്? ദൈവത്തിന്റെ ആട്ടിൻ കൂട്ടമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടും ഉണ്ടാകുകയില്ല. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. കൂരിൽ താഴ്വരയിൽ പലപ്പോഴും യാത്ര ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. എന്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഒരു നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അവസാനം ആ സങ്കീർത്തനക്കാരൻ പറയുന്നത് കേൾക്കൂ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുന്നത് മഹാദൈവം
തന്റെ ദൂതഗണങ്ങളാൽ പരിപാലിക്കുന്നു. ലോകത്തിലെ വലിയ വലിയ രാഷ്ട്ര നേതാക്കന്മാർക്ക് ലഭിക്കാത്ത ഒരു ഔദ്യോഗിക പദവിയാണ് ദൈവത്തിന്റെ ആടുകളെ ദൈവത്തിന്റെ പരിപാലകൻ. 111 സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നേരുള്ളവരുടെ സംഘം, അതാണ് നേരുള്ളവരുടെ സംഘമായിരിക്കണം ദൈവസഭ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മണവാട്ടി ആരാണ്? മണവാളൻ, ക്രിസ്തു ആകുന്ന മണവാട്ടി. ആ മണവാട്ടി നമ്മൾ ഓരോരുത്തരാണ് എന്ന് പറഞ്ഞാൽ, ഒരാളെ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവന്റെ സ്വത്തിന്റെ ഉടമസ്ഥാവകാശം അവൾക്കുള്ളത് പോലെ നമുക്കിവിടെ ലോകത്തിൽ ഒന്നുമില്ലെങ്കിലും നമുക്ക് കയറിക്കിടക്കുവാൻ സ്വന്തം ഒരിടമില്ലായിരിക്കാം, 1 സെന്റ് ഭൂമി പോലും ഇല്ലായിരിക്കാം. എന്നാൽ നമുക്ക് വില പറയാൻ പറ്റാതെ വണ്ണം മണവാട്ടിയുടെ സ്വത്തിന്റെ വില നമുക്ക് പറയാൻ പറ്റുകയില്ല. സങ്കീർത്തനം 89-ന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ സംഘമാണ് ദൈവസഭ. അശുദ്ധന് പ്രവേശനം കൊടുക്കരുത്. അശുദ്ധന് പ്രവേശനം കൊടുത്താൽ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കയില്ല. 1 തീമോഥെയോസ് 3-ാം അധ്യായം 15-ാമത്തെ വാക്യം, സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ദൈവസഭ. സത്യത്തിന്റെ തൂണെന്ന് പറയുന്നത് നേരെ നിൽക്കണം. അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേൽ ആയിരിക്കണം. എഫേസ്യലേഖനം 3-ന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സ്വർഗത്തിലെ കുടുംബമാണ് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിലെ കുടുംബമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാമത്തെ വാക്യം, സ്വർഗീയ യെരൂശലേമാണ് ആത്മീകമായിട്ട്, അക്ഷരികമല്ല, സ്വർഗീയ യെരൂശലേമാണ്. രോഗികൾക്ക് വിടുതൽ ലഭിക്കുന്ന സ്ഥലമാണ്. ഏതു പ്രയാസത്തിനും നടുവിലും പ്രയാസങ്ങളെ മാറ്റുന്നതാണ് നാം ദൈവമക്കളായിരിക്കുന്ന നാം ദൈവസഭയ്ക്കകത്തുണ്ട്. നമ്മുടെ ആരാധനയിൽ ദൈവത്തിനു മാത്രമേ മഹത്വം കൊടുക്കാവൂ. മഹത്വത്തിന് അവൻ യോഗ്യനാണ്. നമ്മുടെ ആരാധനയിൽ അനുതാപമുണ്ടായിരിക്കണം. നമ്മുടെ ആരാധനയിൽ ഏറ്റുപറച്ചിലുണ്ടായിരിക്കണം. നമ്മുടെ ആരാധനയിൽ ഇതെല്ലാം വെളിപ്പെടേണ്ടതായ ഒരു സ്ഥലമാണ്. സത്യനമസ്കാരികൾ ദൈവത്തെ വചനത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ അതുപോലെ സന്തോഷം ലോകത്തിൽ ഒരിടത്തും ലഭിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാനെന്നും പറയുന്നൊരു കാര്യമാണ്, ഞാനെന്നും പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്, ഭാരതത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകണം. ആ ഉണർവിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക എന്ന ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിനു മഹത്വം.